ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഐ, വി, യു, ദേ എന്നിവയുടെ കൂടെ ഹാവ് ടുവും ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ ഹാസ് ടുവുമാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഹാവ് ടു കഴിഞ്ഞതിന് ശേഷം വെർബ് മാത്രം ചേർത്താൽ മതി. ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിലൊക്കെ കിടക്കാം. ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ. എനിക്ക് ഒരു എഴുത്ത് എഴുതാനുണ്ട്. വി ഹാവ് ടു മീറ്റ് എ പേഴ്സൺ. ഞങ്ങൾക്ക് ഒരാളെ കാണേണ്ടതുണ്ട്. ദേ ഹാവ് ടു അറ്റൻഡ് എ ബിട്രോത്തൽ. അവർക്ക് ഒരു മനസമ്മതത്തിന് പങ്കെടുക്കാനുണ്ട്. അടുത്ത സെറ്റ് എക്സാമ്പിൾസ് നോക്കാം. ഹി ഹാസ് ടു അയൺ എ ലോട്ട്. അവന് ഒത്തിരി തുണി തേയ്ക്കുവാനുണ്ട്. ഐ ഹാവ് ടു പ്രസ് റബ്ബർ. എനിക്ക് റബ്ബർ ഷീറ്റ് അടിക്കേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ബൈ ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ദ അതർ. അവൾക്ക് അതും ഇതുമൊക്കെ വാങ്ങാനുണ്ട്. അടുത്തത് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എപ്രകാരമാണ് പറയുന്നത്? ദ സൺ ഓഫ് മാൻ ഹാസ് നോവെയർ ടു റെസ്റ്റ് ഹിസ് ഹെഡ്. ഒന്നുകൂടെ പറയാം. ദ സൺ ഓഫ് മാൻ ഹാസ് നോവെയർ ടു റെസ്റ്റ് ഹിസ് ഹെഡ്. അതായത് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അടുത്തത് ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു. ഓക്കെ, അപ്പോൾ ഡു ആണെങ്കിലും ഡസ് ആണെങ്കിലും നമ്മളിവിടെ ഹാവ് ടു മാത്രമേ ചേർക്കാറുള്ളൂ, അല്ല ഹാസ് ടു എടുക്കാറില്ല. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്യാനുണ്ടോ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡു യു ഹാവ് ടു ബൈ എനിത്തിങ്. നിങ്ങൾക്ക് എന്തേലും വാങ്ങേണ്ടത് ഉണ്ടോ. അടുത്തത് ഡു യു ഹാവ് ടു ഗീവ് ബ്രൈബ്. താങ്കൾ കൈക്കൂലി കൊടുക്കേണ്ടത് ഉണ്ടോ. ഡു ഐ ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. ഞാൻ പലിശ തരേണ്ടതുണ്ടോ. ഡസ് ഷീ ഹാവ് ടു ബൈ എനിത്തിങ്. അവൾക്ക് എന്തേലും വാങ്ങേണ്ടത് ഉണ്ടോ. ഡസ് ഹീ ഹാവ് ടു ഗിവ് ഡൊണേഷൻ. അവൻ സംഭാവന കൊടുക്കേണ്ടത് ഉണ്ടോ. ഡസ് ഹീ ഹാവ് ടു പേ ടാക്സ്. അവൻ നികുതി കൊടുക്കേണ്ടത് ഉണ്ടോ. ഡസ് ഷീ ഹാവ് ടു സേ എനിത്തിങ് എൽസ്. അവൾക്ക് മറ്റെന്തേലും പറയാനുണ്ടോ. ഡസ് ഹീ ഹാവ് ടു ഇൻവൈറ്റ് എനി വൺ. അവന് ആരെയെങ്കിലും ക്ഷണിക്കാനുണ്ടോ. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് എപ്രകാരമാണ്? അതിന് നമ്മൾ ഡോണ്ട് ഹാവ് ടു അല്ലെങ്കിൽ ഡസിൻറ്റ് ഹാവ് ടു ആണ് ചേർക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡോണ്ട് ആയാലും ഡസിൻറ്റ് ആയാലും ഹാവ് ടു ആണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം വെർബ് ചേർത്താൽ മതി. ഐ ഡോണ്ട് ഹാവ് ടു സ്റ്റാൻഡ് ബെയിൽ ഫോർ ഹിം. ഞാൻ അയാൾക്ക് ജാമ്യം നിൽക്കേണ്ടതില്ല. വി ഡോണ്ട് ഹാവ് ടു പാക്ക് എനിത്തിങ്. നമുക്ക് ഒന്നും പാക്ക് ചെയ്യാനില്ല. ഷീ ഡസിൻറ്റ് ഹാവ് ടു ഇൻവൈറ്റ് എനി വൺ. അവൾക്ക് ആരെയും ക്ഷണിക്കുവാനില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നീട് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹൈസ്കൂൾ ഗ്രാമർ പഠിക്കുന്നവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു.